നമസ്തേ. ഇസ്രയേലിലെ ജെറുസലേമിൽ നിന്ന് അഖിലയാണ്. ഒരുപാട് പേര് സ്നേഹാന്വേഷണങ്ങളുമായിട്ട് വിളിക്കുകയും മെസ്സേജ് അയക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഏത് യുദ്ധ സാഹചര്യത്തിലായാലും നമ്മളിവിടെ കൃത്യമായിട്ട് നമ്മുടെ ഡ്യൂട്ടിയും കാര്യങ്ങളും ചെയ്തു പോകുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും മെസ്സേജ് അയക്കാനോ വിളിക്കാനോ ഒന്നും പറ്റുന്നില്ല. അപ്പൊ നമ്മുടെ ഇവിടുത്തെ കറന്റ് സിറ്റുവേഷൻ എങ്ങനെയാണെന്നൊരു വീഡിയോ ആയിട്ട് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ദൈവം അനുഗ്രഹിച്ച് ഞാൻ നിൽക്കുന്നത് ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യത്തായതുകൊണ്ട് ഈ രാജ്യം നമുക്ക് തരുന്ന സംരക്ഷണത്തില് സമാധാനത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയും നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട്. ഇന്ന് മാർച്ച് 5-ാം തീയതി സമയം രാവിലെ 9:43 AM ഇതുവരെയുള്ള യുദ്ധ സാഹചര്യം വിലയിരുത്തിക്കൊണ്ട് ആണ് ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. ഇസ്രയേൽ ഇറാൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഇറാനും ലബനനും ചേർന്നിട്ടാണ് ഇപ്പൊ സഖ്യമായിട്ട് ചേർന്നിട്ടാണ് ഇസ്രയേലിന് നേരെ അറ്റാക്ക് നടത്തുന്നത്. ഈ ഒരു സമയത്ത് 350-ലധികം ബാലിസ്റ്റിക് മിസൈലുകളും 10,000-കണക്കിന് വരുന്ന ബോംബുകളുമാണ് ഇസ്രയേലിന് നേരെ വർഷിച്ചിട്ടുള്ളത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഇന്ത്യയിലെ ഒരു സംസ്ഥാനമായ കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തിന്റെ പകുതി ജില്ലകളുടെ അത്രയും വലിപ്പം മാത്രമുള്ള ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യം നടത്തുന്ന ചെറുത്തുനിൽപ്പ് അല്ലെങ്കിൽ ഈ രാജ്യത്തിന്റെ യുദ്ധപാടവം പ്രശംസനീയമാണ്. ഹാറ്റ്സ് ഓഫ്. കാരണം എന്ന് പറഞ്ഞാൽ ഇത്രയും ചെറിയൊരു രാജ്യം 350-ലധികം വരുന്ന ബാലിസ്റ്റിക് മിസൈലുകളാണ് ഈ ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യത്തേക്ക് അയച്ചിരിക്കുന്നത്. ബാലിസ്റ്റിക് മിസൈലിന്റെ പ്രഹരണശക്തി എത്രയാണെന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതിനേക്കാൾ എത്രയോ അപ്പുറമാണ്. ഇവിടുത്തെ സിവിലിയൻസിനെ ഒരേപോലെ കാത്ത് സംരക്ഷിച്ചതുകൊണ്ട് മറുപുറത്ത് നിന്നും ലബനനിലേക്കും ഇറാനിലേക്കും ഒരുപോലെ തന്നെ ഇവിടുന്ന് മിസൈലുകൾ വർഷിക്കുന്നുണ്ട്. യുദ്ധം ഒരുപോലെ ഭരണത്തെ തച്ചുടയ്ക്കാൻ വേണ്ടി നെതന്യാഹുവും അദ്ദേഹത്തിന്റെ സൈന്യവും നടത്തുന്ന ഈ ഒരു യുദ്ധത്തിന്റെ യുദ്ധപാടവം തീർച്ചയായിട്ടും അഭിനന്ദനാർഹം തന്നെയെന്ന് തന്നെ പറയണം, അല്ലെ? പിന്നീട് പ്രധാനപ്പെട്ട നമ്മൾ ഇവിടുത്തെ കാര്യങ്ങൾ, ഇവിടുത്തെ സിവിലിയൻസിനെ എത്രമാത്രം അത് ബാധിച്ചിട്ടുണ്ട് എന്ന് പലരും ചോദിക്കുന്നുണ്ട്. ആ ചോദ്യത്തിന് ഉത്തരം പറയുകയാണെങ്കിൽ യുദ്ധ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും നമുക്കൊരു ആശങ്ക ഉണ്ടാവുമല്ലോ. ഇന്നലെ ഇവിടുത്തെ മാർച്ച് 4-ാം തീയതി ഇവിടുത്തെ പൂരിം എന്ന് പറഞ്ഞിട്ടൊരു സെലിബ്രേഷൻ ആണ്. നമ്മുടെ വിദേശ രാജ്യങ്ങളിൽ ഹാലോവിനൊക്കെ സെലിബ്രേറ്റ് ചെയ്തില്ല, അതുപോലെ ഇവരുടെ ഒരു ഹോളിയാണ് പൂരിം എന്ന് പറയുന്നത്. ഇതുപോലെ ഡീമോന്റെ ഒക്കെ പോലെ ഇവർ ഒരുങ്ങിയിട്ട് പലതരത്തിലുള്ള പ്രച്ഛന്ന വേഷങ്ങളിലൊക്കെ ഇങ്ങനെ തെരുവുകളിലൂടെ അടിയും പാടിയും ഒക്കെ നൃത്തം ചെയ്തിട്ട് അവര് പൂരിം ആഘോഷിക്കാറുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും മധുരം കൈമാറാറുണ്ട്. സാധാരണഗതിയിൽ എങ്ങനെയാണ് ഇവർ പൂരിം ആഘോഷിക്കുന്നത് അതുപോലെ തന്നെ യുദ്ധ സാഹചര്യമായിട്ടും റോഡിൽ ഇറങ്ങി പാട്ടും നൃത്തവും ഒക്കെ ആയിട്ട് വളരെ സന്തോഷകരമായിട്ട് ഇസ്രയേലിലെ ജനത അവരുടെ പൂരിം ആഘോഷം വളരെ ഭംഗിയായിട്ട് ചെയ്തു. അതിലൊക്കെ നമുക്കും പങ്കാളികളാവാൻ പറ്റി. ഒരുപാട് സ്വീറ്റ്സും കാര്യങ്ങളും ഒക്കെ നമുക്കും കിട്ടി. നമ്മൾ അതിൽ പങ്കാളികളായി. ഈ ഒരു യുദ്ധ സാഹചര്യം ഉണ്ടെങ്കിൽ ആശങ്കകളുണ്ട്. പക്ഷെ ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഡിഫൻസ് സിസ്റ്റം അത്രയും മികവുറ്റതായതുകൊണ്ട് തന്നെ സാധാരണ രീതിയിലുള്ള ആഘോഷങ്ങൾ ഇവിടെ ഇന്നലെ തെരുവുകളിൽ ഉണ്ടായിരുന്നു. ഒരു പേടിയോ കാര്യങ്ങളോ ഒന്നുമില്ല. അലാം അടിക്കുന്ന സമയത്ത് പബ്ലിക് ഇവിടെ ബങ്കേഴ്സുകളുണ്ട്, സേഫ്റ്റി റൂമുകൾ പബ്ലിക്കിൽ ഇവിടെ ഉണ്ട്. അലാം അടിക്കുന്ന ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും അവരതിനുള്ളിൽ പോകും. ആ ഒരു സമയം കഴിയുമ്പോഴത്തേന് നമുക്ക് മെസ്സേജ് വരും, നമുക്ക് ബങ്കറിൽ നിന്ന് പുറത്തിറങ്ങാം. അത് ഇറങ്ങിക്കഴിഞ്ഞ് വീണ്ടും അവര് ആഘോഷമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അല്ലാതെ പേടിച്ച് മാധ്യമങ്ങളെ റിപ്പോർട്ട് ചെയ്യുന്ന പോലെ പേടിച്ച് അസഹിഷ്ണുതയിലൊന്നും അല്ല ഇവിടുത്തെ ജനങ്ങൾ കഴിയുന്നത്. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. വേൾഡിലെ ഹാപ്പിയസ്റ്റ് കൺട്രീസിൽ 8-ാം സ്ഥാനത്താണ് ഇസ്രയേൽ നിൽക്കുന്നത്. നിരന്തരമായ ഒരു യുദ്ധ സാഹചര്യം എപ്പോഴും ഇസ്രയേലിന്റെ നേർക്ക് ഉണ്ടാവാറുണ്ട്, അല്ലെ? ഈ ഒരു സാഹചര്യത്തിൽ ഇവിടുത്തെ ജനത ഇത്രയേറെ 8-ാം സ്ഥാനത്ത്, ലോക രാജ്യങ്ങളിൽ 8-ാം സ്ഥാനത്ത് ഏറ്റവും സന്തോഷകരമായ ഒരു രാജ്യം എന്നുള്ളൊരു സാഹചര്യത്തിൽ ഇസ്രയേൽ വരണം എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഭരണ മികവ് എങ്ങനെയായിരിക്കും എന്നൊന്ന് ചിന്തിച്ചു നോക്കി. അതുപോലെ നമ്മളെ അത്രത്തോളം റെസ്പെക്ട് ചെയ്യുന്ന ഒരു ജനതയും കൂടിയാണ്. പ്രത്യേകിച്ച് ഇന്ത്യക്കാരോട് ഇവരുടെ ഒരു റെസ്പെക്ട് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. പിന്നീട് നമ്മൾ യുദ്ധ സാഹചര്യമാണല്ലോ പറഞ്ഞു വരുന്നത്. അയത്തുള്ള ഖമേനി, അതായത് ഇറാന്റെ സുപ്രീം കൌൺസിലായ അയത്തുള്ള ഖമേനി കൊല്ലപ്പെട്ടു. ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടതിന് ശേഷം അയത്തുള്ള ഖമേനിയുടെ പിന്മുറക്കാരൻ എന്ന നിലയിൽ അല്ലെങ്കിൽ സുപ്രീം കൌൺസിലറായിട്ട് അടുത്തതായിട്ട് നിയമിതനാവുന്നത് അയാളുടെ 2ാമത്തെ മകനായിരുന്നു. 2ാമത്തെ മകനെ നിയമപരമായിട്ട് അവര് ഈ സുപ്രീം കൌൺസിലായിട്ട് തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു യോഗം ഉണ്ടായിരുന്നു. ആ യോഗം നടക്കുന്നത് തന്ത്രപ്രധാനമായ ഒരു സ്ഥലത്ത് വെച്ചിട്ടായിരുന്നു. അത്രയും രഹസ്യപരമായിട്ട് അവർ നടത്തുന്ന ആ ഒരു നേതൃയോഗത്തിന്റെ സ്ഥലം കൃത്യമായിട്ട് പോയിന്റ് ഔട്ട് ചെയ്തിട്ട് ഇസ്രയേൽ ഡിഫൻസ് സിസ്റ്റം, ഇസ്രയേലിന്റെ രഹസ്യാന്വേഷണ ഏജൻസികളും ഡിഫൻസ് സിസ്റ്റവും കൂടെ ചേർന്നിട്ട് നടത്തിയ സംയുക്തമായ ആക്രമണത്തിൽ ആ യോഗം മുച്ചൂടും മുടിപ്പിച്ചു എന്ന് തന്നെ പറയാം. ആ കെട്ടിടം പൂർണ്ണമായിട്ട് തകർന്നു. അവരുടെ ആ ശ്രമത്തെ ഇല്ലാണ്ടാക്കി. ഇവരുടെ രഹസ്യാന്വേഷണ കേന്ദ്രത്തിന്റെ ശക്തി എത്രയുണ്ടെന്നൊന്ന് ആലോചിച്ച് നോക്കി. നമുക്ക് അഭിനന്ദിച്ചല്ലേ മതിയാവുള്ളൂ. അവർ
അത്രയും രഹസ്യമായിട്ട് നടത്തിയ ആ ഒരു യോഗം കൃത്യമായിട്ട് ആ ഒരു ഭാഗം പോയിന്റ് ഔട്ട് ചെയ്തിട്ട് ആ കെട്ടിടം നിലംപരിശാക്കുന്ന വീഡിയോ ഇന്ന് സമൂഹ മാധ്യമങ്ങളിലും ഇന്റർനാഷണൽ വാർത്താ മാധ്യമങ്ങളും ഒക്കെ അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവരുടെ ആ ഒരു ഇന്റലിജൻസ് പാഠവും സമ്മതിച്ചേ പറ്റത്തുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ പ്രധാനമായിട്ടും പറയുന്നത് ഇവിടുത്തെ സിവിലിയൻസിന്റെ കാര്യം നമ്മൾ സംസാരിച്ചു വരികയായിരുന്നല്ലോ. ആശങ്കകളൊന്നുമില്ല. ഈ 350-ലധികം ബാലിസ്റ്റിക് മിസൈൽ ഇസ്രയേലിലേക്ക് വന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ബാലിസ്റ്റിക് മിസൈൽ ഇപ്പൊ പുതുതായിട്ട് അവർ ഇറക്കുന്ന ബാലിസ്റ്റിക് മിസൈലില് കുഞ്ഞു കുറേ ബോംബുകൾ ഉൾപ്പെട്ടിട്ടാണ് വരുന്നത്. ഒരു ബാലിസ്റ്റിക് മിസൈൽ നമ്മൾ പൊട്ടിച്ചു കഴിയുമ്പോൾ അതിൽ നിന്ന് 10,000-കണക്കിന് ബോംബുകൾ ഒരേ സമയം പലയിടത്തേക്ക് വർഷിക്കുന്നുണ്ട്. ഇതും നമ്മൾ അയൺ ഡോം പോലെയുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഉപയോഗിച്ച് നിർവീര്യമാക്കി പൊട്ടിച്ച് തകർത്തില്ലാണ്ടാക്കി ഈ ഒരു രാജ്യത്തെ സംരക്ഷിക്കുകയാണ് ഇസ്രയേലിന്റെ ഡിഫൻസ് സിസ്റ്റം ചെയ്യുന്നത്. അപ്പോ ഇങ്ങനെ പൊട്ടിച്ച് കളയുന്ന സമയത്ത് നമുക്കിപ്പോ 100% സക്സസ് എന്ന് പറയുന്ന ഒരു സാധനമില്ല. അതിലെ ഒരു 0.1% നമ്മൾ ഈ പൊട്ടിച്ചു കളയുന്ന സമയത്ത് അതിന്റെ ചീളുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ ചെന്ന് പതിക്കാറുണ്ട്. ഈ ചീളുകൾ വീണ് അയൺ ഡോം ഉപയോഗിച്ച് നമ്മളത് ക്യാച്ച് ചെയ്തിട്ട് അത് ഡൗൺ ചെയ്യുന്ന സമയത്ത് ഈ ചീളുകൾ പൊട്ടിത്തെറിച്ചിട്ട് പല കെട്ടിടങ്ങളിലേക്കും ചെന്നിട്ടാണ് നാശനഷ്ടങ്ങൾ ഉണ്ടാവുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിന്റെ പകുതി ജില്ലയുടെ അത്രയും മാത്രമുള്ളൊരു വലിപ്പമുള്ള ഒരു രാജ്യമാണ്. ഇത്രയും ബാലിസ്റ്റിക് മിസൈലുകളും ബോംബുകളും വന്നിട്ട് ഇങ്ങനെ തല ഉയർത്തി നിൽക്കുന്നത് എത്ര അഭിമാനമായിരിക്കും ഇവിടുത്തെ ജനതയ്ക്ക്. ഈ ഒരു രാജ്യത്ത് ജോലി ചെയ്യുന്നതിൽ ഞാൻ അത്രയേറെ അഭിമാനിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ ചീളുകൾ വീണിട്ട് പല കെട്ടിടങ്ങളും ചെറുതായിട്ടും പൂർണ്ണമായിട്ടും ഭാഗികമായിട്ടും തകർന്ന് വളരെ ചെറിയ കെട്ടിടങ്ങൾ ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. നമുക്ക് 12ഓളം സിവിലിയൻസിന് അവരുടെ ജീവഹാനി ഉണ്ടായിട്ടുണ്ട്. വേദനാജനകമായ ഒരു കാര്യമാണ്. ഇത്രയും വലിയൊരു യുദ്ധത്തില് നമ്മളെ ഓരോ സിവിലിയൻസിനെയും അത്രയും നെഞ്ചോട് ചേർക്കുന്ന ഈ രാജ്യം ഈ 12 പേരുടെ ജീവൻ അത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഓരോ യുദ്ധ സാഹചര്യത്തിൽ ദശലക്ഷക്കണക്കിന് പേരാണ് മരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ വളരെ കുറഞ്ഞ രീതിയിലുള്ള ഒരു നാശനഷ്ടമാണ് ഇസ്രായേലിന്റെ ഭാഗത്തുണ്ടായത്. ആ കുറഞ്ഞ നാശനഷ്ടം ഒരു ജീവനെ പോലും അവർ ഏറ്റവും മഹത്തായിട്ട് കാണുന്ന ഒരു ജീവനിന് പോലും അത്രയും മഹത്തായ ഒരു വാല്യൂ ആണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഓരോ ജീവനും കൊടുക്കുന്നത്. അതുകൊണ്ട് ഈ 12 പേര് നമ്മളെപ്പോഴും നമ്മുടെ ഹൃദയത്തോട് ചേർക്കുന്നുണ്ട്. അവരെപ്പോഴും നമ്മൾ ഓർമ്മിക്കപ്പെടും. നമ്മുടെ ഈ ഒരു യുദ്ധ സാഹചര്യത്തില് നമുക്ക് വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്ന ഇസ്രായേലിന്റെ ഡിഫൻസ് സിസ്റ്റത്തെയും ഇസ്രായേലിന്റെ മിലിറ്ററി ഉദ്യോഗസ്ഥരെയും തീർച്ചയായിട്ടും പ്രണാമം അവരർഹിക്കുന്നുണ്ട്. ഒരുപാട് നന്ദി. പിന്നീട് നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ജനസംഖ്യ 10.1 മില്യൺ ആണ്. ഈ 10.1 മില്യൺ ജനസംഖ്യ ഉൾക്കൊള്ളുന്ന ഇസ്രയേലില് 72% ജൂത സമൂഹം നിലനിൽക്കുന്നത്. ഈ ബാക്കി കാറ്റഗറി മാറ്റി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ 21% അറബ് മുസ്ലിംസ് ആയിട്ടുള്ള ആൾക്കാർ ഇവിടെ ജീവിക്കുന്നുണ്ട്. ഈ 21% മുസ്ലിങ്ങളും ഇസ്രയേലിന്റെ വിജയത്തിന് വേണ്ടിയിട്ട് ജയവിളിക്കുകയാണ്. ഇസ്രയേലിനൊപ്പം അവർ രാപകല് പ്രാർത്ഥിച്ച് അവർ കൂടെ നിൽക്കുന്നുണ്ട്. ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു രാജ്യം മുസ്ലിം അല്ലെങ്കിൽ അറബ് വിഭാഗത്തെ ടാർഗറ്റ് ചെയ്തിട്ട് യുദ്ധം ചെയ്യുന്ന ആളുകളല്ല. നമ്മുടെ ഇന്ത്യ എപ്പോഴും നിലപാടെടുക്കുന്നത് തീവ്രവാദത്തിനെതിരെയാണ്. അതുപോലെ ശക്തമായി നിലപാടെടുക്കുന്ന ഒരു രാജ്യമാണ് ഇസ്രയേൽ എന്ന് പറയുന്നത്. തീവ്രവാദത്തെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകാൻ ഇന്ത്യയും തയ്യാറാവും, ഇസ്രയേലും തയ്യാറാവും. അത് തന്നെയാണ് നമുക്കിവിടെയും കാണാൻ സാധിക്കുന്നത്. ഈ 21% വരുന്ന മുസ്ലിം വിഭാഗത്തിലുള്ള ഇവിടുത്തെ സാധാരണ ജനങ്ങള് ഇസ്രയേൽ ഗവൺമെന്റിൽ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസം, ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യത്തെ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസം നമുക്കിവിടെ കാണാൻ പറ്റും. അവര് തെരുവുകളിൽ ഇറങ്ങി ഇസ്രയേലിന് വേണ്ടി ജയ് വിളിക്കുകയാണ്. ഇറാനിലെ തീവ്രവാദ ഭരണം ഇല്ലാതാവാൻ വേണ്ടി ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്ന ഈ മുസ്ലിം വിഭാഗക്കാരാണ്. അപ്പോ ഈ ഇറാനിൽ നിന്നിട്ട് ഒരു ലേഡി ഇപ്പം വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഖമേനിയെ പോലുള്ള ഭീകരവാദം സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഭീകരവാദി, തീവ്രവാദി, ജിഹാദി അയാള് പടമായതിന് ഇന്ത്യയിലെന്നല്ല കേരളത്തിലെ കുറെ തീവ്രവാദത്തെ സപ്പോർട്ട് ചെയ്യുന്ന ജിഹാദി ആൾക്കാര് ഫ്ലെക്സുകളും പിന്നെ പടങ്ങളും ഒക്കെ ആയിട്ട് റോഡുകളിൽ നിരത്തുകളിൽ ഇറങ്ങി റാലി നടത്തുകയാണ്. തീവ്രവാദിയായ ഒരു മനുഷ്യൻ ആ രാജ്യത്തെ ഇത്രയേറെ നശിപ്പിച്ച് ലോകത്തിന്റെ മുന്നിൽ നാണം കെടുത്തി തല കുനിക്കേണ്ടി വന്ന ഒരു അവസ്ഥയിൽ ഉണ്ടാക്കിയ ആ ഭരണാധികാരി മരിച്ചതിന് നമ്മുടെ നാട്ടിലെ കേരളത്തിലെ ജിഹാദികളായിട്ടുള്ള തീവ്രവാദത്തെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ കരഞ്ഞു മെഴുകി കാറി
കൂവി റോഡിലൂടെ റാലി നടത്തുന്ന കാഴ്ച കണ്ടിട്ട് ഇറാനിയൻ ഒരു പൗര ചോദിക്കുകയുണ്ടായി, ഞങ്ങൾ പല രാജ്യങ്ങളും ഇയാളെ ഈ ഭീകരവാദി മരിച്ചതിന്, ഈ തീവ്രവാദി മരിച്ചതിന് ഞങ്ങൾ സന്തോഷം കൊണ്ടിട്ട് ആടിയും പാടിയും നൃത്തം ചെയ്യുമ്പോൾ ഇന്ത്യയിലെ ഒരു സംസ്ഥാനമായ കേരളത്തിലെ കുറച്ച് ആളുകൾ ഇങ്ങനെ അയാൾക്ക് വേണ്ടി കരയുന്ന കാണുമ്പോൾ നാണക്കേട് തോന്നുന്നു. സത്യമല്ലേ? ലോകത്തില് നമ്മളെ നാണം കെടുത്തുന്ന രീതിയിലല്ലേ ഈ കേരളത്തിലെ തീവ്രവാദി ആൾക്കാർ ഈ കാണിക്കുന്നത്? നമ്മുടെ രാജ്യത്ത് നിന്നുകൊണ്ട്, നമ്മുടെ രാജ്യത്തെ എല്ലാ സ്വാതന്ത്ര്യവും അനുഭവിച്ചുകൊണ്ട്, നമ്മുടെ രാജ്യത്ത് അത്രയും സ്വാതന്ത്ര്യത്തോടെ അവര് നിന്നിട്ട് വീഡിയോ ചെയ്യുവാണ് ഒരു ഭീകരവാദി തീവ്രവാദി ചത്തതിന്, മരിച്ചതെന്ന് പോലും പറയാം, അയാള് ചത്തതിന് നമ്മുടെ നാട്ടിലെ റോഡിൽ ഇറങ്ങിയിട്ട് ഏതാണ്ട് അവരുടെ കാണപ്പെട്ട ദൈവം മരിച്ചുപോയി എന്നുള്ള രീതിയിലാണ് ഈ ഇരുന്ന് കരയുന്നത്. നിങ്ങൾക്ക് നാണമുണ്ടോ? ഒരു ഇച്ചിരി ഉളുപ്പുണ്ടോ നിങ്ങൾക്കൊക്കെ? ഈ ഒരു തീവ്രവാദി മരിച്ചതിന്റെ പേരിൽ ഇങ്ങനെ കാറിക്കൂവി ജനത്തിനെ നിങ്ങൾ എന്താ നമ്മുടെ ലോകത്തിന്റെ മുന്നിൽ ഇന്ത്യക്കാരെ പറയിപ്പിക്കാനായിട്ടാണോ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത്? ആ ഒരു ഭീകരവാദി ചത്തതിന് ഇറാനിലുള്ള ആൾക്കാർ അത്രത്തോളം സന്തോഷിച്ച് ആടിയും പാടിയും നൃത്തം ചെയ്യുന്നത് നിങ്ങൾ കണ്ടില്ലേ റോഡിൽ എല്ലാരും കിടന്നിട്ട്? അപ്പൊ അവരുടെ ആ ഒരു അസംതൃപ്തിയിൽ ജീവിച്ച അവർക്ക് ഒരു സ്വാതന്ത്ര്യം കിട്ടിയ പോലെ അവർ അത്രയും സന്തോഷിക്കുമ്പോ നിങ്ങൾ മാത്രം ഇങ്ങനെ കരഞ്ഞിട്ട് ഇത് ചെയ്തിട്ട് ലോകത്തിന്റെ മുമ്പിൽ മഹത്തായ നമ്മുടെ പാരമ്പര്യ സംസ്കാരം ഉൾക്കൊള്ളുന്ന ഇന്ത്യയെ ഇങ്ങനെ നാണം കെടുത്തരുതിന്റെ അപേക്ഷയാണ്. നിങ്ങളുടെ വീട്ടിൽ വെച്ചിട്ട് നിങ്ങൾ പൂജിക്ക്. നിങ്ങളുടെ ഖമേനി നിങ്ങൾക്ക് അത്രയും വലിയവനാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വെച്ച് നിങ്ങൾ പൂജിക്ക്. ഇത് ലോകത്തെ നാണം കെടുത്തുന്ന രീതിയിൽ ഇങ്ങനെ പുറത്ത് പബ്ലിക്കായിട്ട് ഇട്ടിട്ട് നിങ്ങൾ എന്തിനാണ് നമ്മുടെ സംസ്കാരത്തെ ഇങ്ങനെ നാണം കെടുത്തുന്നത്? ഇയാൾ എന്താണ് നല്ല കാര്യം അവിടെ ചെയ്തത്? അവിടുത്തെ ജനങ്ങൾ ഒന്നടങ്കം ഇയാളെ കരയുന്ന ആരെങ്കിലും കണ്ടോ? ഇയാൾ മരിച്ചതിൽ ആരെങ്കിലും കരയുന്നത് നിങ്ങൾ കണ്ടോ? ഇയാൾ മരിച്ചതിന്റെ പേരിൽ അവിടുത്തെ ജനത അത്രത്തോളം സന്തുഷ്ടതയിലാണ് ഇരിക്കുന്നത്. അത്രയും സന്തോഷിച്ച് അവര് ഓരോ വീഡിയോ ചെയ്യുന്നതൊക്കെ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ പോലും നിങ്ങളുടെ തലയിൽ ഇത് ഉദിക്കുന്നില്ലേ? വെളിവുണ്ടാവുന്നില്ലേ? അയാൾ ചത്തതിന്റെ പേരിൽ ഇങ്ങനെ കടന്ന് കരയാന്? വീട്ടിലാരെങ്കിലും മരിച്ചാൽ പോലും ഇങ്ങനെ കടന്ന് കരയുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇതെന്തെന്നാ ഇത് പറയുന്നത്? പറഞ്ഞു വന്നപ്പോ എന്റെ ടെമ്പർ തെറ്റി. ഇതൊക്കെ എനിക്ക് ഈ ഭീകരവാദം എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് തീവ്രവാദികളെ ഇഷ്ടമല്ല കേട്ടോ. പിന്നെ പ്രധാനപ്പെട്ട ഈ വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രധാന കാര്യം ഞാൻ പറഞ്ഞോളട്ടെ. കുറെ പേര് ജിഹാദികളായിട്ടുള്ള ആൾക്കാർ പറഞ്ഞു, നീ നാട്ടിൽ വന്ന നിന്നെ പച്ചയ്ക്ക് കത്തിക്കും, നിന്നെ വെട്ടിക്കൊല്ലൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നീയൊക്കെ എന്തോ പറഞ്ഞാലും എന്താ എനിക്ക് അതാണ് കാരണം എന്ന് വെച്ചാൽ പേടി എനിക്കില്ല. ഞാൻ നിൽക്കുന്നത് ഭാരതത്തിലാണ്. ഇപ്പൊ ഞാൻ നിൽക്കുന്നത് ഇസ്രയേലിലാണ്. കുറച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഭാരതത്തിൽ തന്നെ നിൽക്കും. നീയൊക്കെ എന്നെ എന്ത് പേടിപ്പിച്ചെന്ന് പറഞ്ഞാലും എനിക്കത് കാര്യമില്ല. കാരണം എന്ന് പറയുന്നത് വിധി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. മരിക്കാൻ എന്തായാലും വിധി ഉണ്ടെങ്കിൽ നമ്മളാരും ചിരഞ്ജീവികളൊന്നുമില്ല. മരിക്കാൻ വിധിക്കപ്പെട്ടവരാണെങ്കിൽ തീർച്ചയായിട്ടും മരിക്കുക തന്നെ ചെയ്യും. ആ സമയത്ത് ഞാൻ കൃത്യമായിട്ട് മരിച്ചോളാം. അത് നിന്റെ പോലുള്ള തീവ്രവാദികളെ വെട്ടിക്കൊന്നിട്ടും കത്തിച്ചിട്ടും ഒരു നാണംകെട്ട വൃത്തികെട്ട മരണം ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത് സത്യമാണ്. പക്ഷെ വിധി അതാണെങ്കിലും ഞാൻ സന്തോഷത്തോടെ അത് ഏറ്റെടുക്കും കേട്ടോ, പറയാതിരിക്കാൻ പറ്റത്തില്ല. പക്ഷെ നീയൊക്കെ ഇങ്ങനെ പേടിപ്പിച്ചെന്ന് പറഞ്ഞ വ്യക്തിഹത്യ നടത്തി എന്നെ സമൂഹ മാധ്യമങ്ങളിൽ എത്ര അധിക്ഷേപിച്ചു, എന്റെ വീട്ടുകാരെ അധിക്ഷേപിച്ചെന്ന് പറഞ്ഞാലും ഞാൻ പേടിച്ച് മിണ്ടാതിരിക്കുന്നത് നിങ്ങൾ വിചാരിക്കേണ്ട. ഞാൻ ഭാരതത്തിലുള്ള ഒരു സ്ത്രീയാണ്, ഒരു ഭാരത സ്ത്രീയാണ്. പേടി എനിക്കതൊന്നും ഒരു വിഷയമുള്ള ഒരു കാര്യമില്ല. പറയാനുള്ളത് ആരുടെ മുഖത്ത് നോക്കിയും കൃത്യമായിട്ട് പറയും. നിന്നെ ഒന്നും പേടിച്ച് മാളത്തിലിരിക്കുന്ന സ്വഭാവം എനിക്കില്ല. നീയൊക്കെ ഇനി എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും അത് അയ്യോ എന്റെ വീട്ടുകാരെ പറയുവോ, എന്നെ പറയുവോ, എന്നെ നാണം കെടുത്തുവോ, ഇങ്ങനെയുള്ളൊരു പേടി എനിക്കില്ല. എന്ത് പറഞ്ഞാലും അതെന്നെ ബാധിക്കത്തില്ല. എനിക്ക് കാണ്ടാമൃഗത്തെക്കാട്ടി വലിയ തൊലിക്കട്ടിയാണെന്ന് എനിക്ക് തന്നെ അറിയാം. കാരണം ഞാൻ സത്യമാണ് പറയുന്നത്, ഇല്ലാത്തതല്ല പറയുന്നത്. എന്റെ രാജ്യത്തിന്റെ എല്ലാ സ്വാതന്ത്ര്യം അനുഭവിച്ചുകൊണ്ട് എന്റെ രാജ്യത്ത് ഇരുന്നുകൊണ്ട് എന്റെ രാജ്യത്ത് തിരിഞ്ഞു കൊത്തുന്ന തീവ്രവാദി ജിഹാദികളെ ഞാൻ സപ്പോർട്ട് ചെയ്യണോ? പെറ്റമ്മയെ പോലെ എന്റെ മാതൃരാജ്യത്തെയും സ്നേഹിക്കാൻ പഠിപ്പിച്ച മഹത്തായ പാരമ്പര്യമാണ് എനിക്കുള്ളത്. സ്വന്തം പെറ്റമ്മയെ നമ്മൾ എങ്ങനെ നെഞ്ചോട് ചേർക്കുന്നു അതിനേക്കാൾ കുറച്ചുകൂടെ വലുതായിട്ട് സ്വന്തം ഭാരതാംബയെ ചേർക്കണമെന്ന് പഠിപ്പിച്ച എന്റെ പ്രസ്ഥാനം ഉണ്ടല്ലോ, ആ പ്രസ്ഥാനം എനിക്ക് വലുതാണ്. ആ പ്രസ്ഥാനം എന്റെ കൂടെ ഏതറ്റം വരെയും എന്റെ കൂടെ നിൽക്കും. പിന്നെ നിങ്ങളുടെ ഈ ഭീഷണി പേടിച്ചിട്ട് ഞാൻ വീഡിയോ ഇടിയാതിരിക്കുകയും കാര്യങ്ങളും ഒന്നുമില്ല. ഞാൻ കൃത്യമായിട്ട് വീഡിയോ ഇടുകയും ചെയ്യും, ജനങ്ങളിലേക്ക് അത് എത്തിക്കുകയും ചെയ്യും. ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടും ഫേസ്ബുക്കിൽ നിന്ന് കിട്ടുന്ന റെമ്യൂണറേഷന് വേണ്ടിയിട്ടും ഒന്നുമല്ല. ദൈവം അനുഗ്രഹിച്ച് ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യം എനിക്ക് മാന്യമായ ശമ്പളം തരുന്നുണ്ട്. അത് വെച്ചിട്ട് ഞാൻ എന്റെ കുടുംബം മാന്യമായിട്ട് നോക്കുകയും ചെയ്യുന്നുണ്ട്. ഫേസ്ബുക്കിൽ നിന്ന് കിട്ടുന്ന വരുമാനമൊന്നുമില്ല. ഞാൻ ഇത് പറയുന്നത് കൊണ്ട് ഒരാളുടെ മനസ്സിലെങ്കിലും ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യത്ത് നിങ്ങൾ സമൂഹ മാധ്യമങ്ങളോട് പ്രചരിപ്പിക്കുന്ന അതല്ല യഥാർത്ഥ ഇസ്രയേൽ. ഇസ്രയേലിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടി എന്ന നിലയിൽ, ഇവിടുത്തെ ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടി, ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യം നമുക്ക് തരുന്ന ഒരു റെസ്പെക്ട്, ഈ ഇസ്രയേൽ എന്തിനാണ് ഇപ്പൊ യുദ്ധം ചെയ്യുന്നതെന്ന് കൃത്യമായിട്ട് ഒരാളിലേക്കെങ്കിലും എനിക്ക് എത്തിക്കാൻ പറ്റിയാൽ അതാണ് എന്റെ വിജയം എന്ന് പറയുന്നത്. അല്ലാതെ നിങ്ങളുടെ ഭീഷണി പേടിച്ച് ഞാൻ മാറിയിരിക്കുന്നു നിങ്ങൾ സ്വപ്നത്തിൽ വിചാരിക്കേണ്ട. ഞാനത് ചെയ്യത്തില്ല. കാരണം എനിക്ക് മരിക്കാൻ പേടിയില്ല.
പിന്നെ കൃത്യമായിട്ട് നിങ്ങൾ എന്നെ ഭീഷണിപ്പെടുത്തുന്ന കാര്യങ്ങളും അതും ഇതും സമൂഹ മാധ്യമങ്ങളിൽ എനിക്ക് അടിയിൽ വരുന്ന കമന്റുകളെല്ലാം സ്ക്രീൻഷോട്ട് എടുത്ത് അറിയിക്കേണ്ടവർ കൃത്യമായിട്ട് അറിയിക്കുന്നുണ്ട്. നമ്മുടെ ഭാരതത്തിന്റെ ഇന്റലിജൻസ് വിഭാഗം അത് കാര്യങ്ങൾ കൃത്യമായിട്ട് തന്നെ നമ്മുടെ സൈബർ വിങ് കാര്യങ്ങളെല്ലാം അവരെല്ലാം പോയിന്റ് ഔട്ട് ചെയ്തിട്ട് അവർക്ക് വേണ്ടുന്ന പണി അത് അവർ കൊടുത്തുള്ളൂ. അവരുടെ ജോലി അവർ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്, എന്റെ ജോലി ഞാൻ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒരു യുദ്ധം എന്തിനാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഈ യുദ്ധം എന്ന് പറയുന്നത് ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണം ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ യുദ്ധം പ്രധാനമായിട്ടും ചെയ്യുന്നത്. നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത് ചിന്തിക്കാത്തത്? ഒരു ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഒരു 20% യുറേനിയം സമ്പുഷ്ടീകരണം നടത്തിയാൽ തന്നെ ലോകത്തെ അവർക്ക് ഇല്ലാണ്ടാക്കാൻ പറ്റും. നിങ്ങൾ വല്ലപ്പോഴും ഗൂഗിളിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്യുക, എന്താണ് യുറേനിയം സമ്പുഷ്ടീകരണം, ഇത് എത്രത്തോളം കൈവശം വെക്കുന്ന എത്രത്തോളം മാരകമാണെന്നൊക്കെ ഉള്ളത് നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക. 20% പോലും കയ്യിലുണ്ടെങ്കിൽ പോലും ഈ ലോകം മുഴുവൻ ഇല്ലാണ്ടാക്കാൻ അവർ പറ്റും. ഏകദേശം 70% അവർ സമ്പുഷ്ടീകരണം നടത്തിയത്. അതിനെതിരെയാണ് ഇസ്രയേൽ ഇപ്പം യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലോക സമാധാനം നിലനിർത്താൻ വേണ്ടിയാണ് ഇസ്രയേൽ ഇപ്പം ഇറാനുമായിട്ട് യുദ്ധം ചെയ്തിരിക്കുന്നത്. ഈ ലോക സമാധാനം നിലനിർത്താൻ വേണ്ടി ഒരു രാജ്യം മറ്റൊരു രാജ്യവുമായിട്ട് യുദ്ധം ചെയ്യുമ്പോൾ ആ ലോക സമാധാനം നിലനിർത്താൻ ആഗ്രഹിക്കുന്ന രാജ്യത്തോടൊപ്പം പങ്കാളികളാവുകയല്ലേ നമ്മൾ ചെയ്യേണ്ടത്? അല്ലാതെ ലോക സമാധാനം നശിപ്പിക്കാൻ നിൽക്കുന്ന ഒരു രാജ്യത്തെ തീവ്രവാദത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഭീകരവാദികളുടെ ഒരു നേതാവിനെയാണോ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത്? നാണക്കേട് തന്നെ കേട്ടോ. നമ്മുടെ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മുടെ സംസ്കാരം ഇങ്ങനെ പണയപ്പെടുത്തി നിൽക്കരുത് കേട്ടോ നിങ്ങളൊക്കെ. ഇത് ഞാൻ തീവ്രവാദത്തെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരോടാണ് സംസാരിക്കുന്നത്. അല്ലാത്ത ഒരുപാട് പേര് നമ്മുടെ രാജ്യത്തിന്റെ ഉന്നമനത്തിനും ലോക സമാധാനത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരുപാട് മുസ്ലിം സഹോദരങ്ങളുണ്ട്. അവരോടൊക്കെ എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. ഞാനിവിടെ മതം പറയുകയല്ല. ഈ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യവും മതം നോക്കിയിട്ടല്ലെന്ന് ഞാൻ പറയല്ലോ. കാരണം അങ്ങനെയാണെങ്കിൽ ഇവിടെ വരുന്ന 21% അറബ് ആൾക്കാരും ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കത്തില്ല. ഇപ്പൊ നമ്മുടെ GCC കൺട്രിയിൽ എന്തിന്റെ പേരിലാണ് ഇറാൻ ഈ യുദ്ധം അഴിച്ചുവിടുന്നത്? നിങ്ങളുടെ കുടുംബത്തിലുള്ള എത്രയോ പേര് ഖത്തർ, കുവൈറ്റ് പോലുള്ള രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട്. അവരിപ്പോ അനുഭവിക്കുന്ന മാനസിക സംഘർഷം പോലും നിങ്ങളെ കണക്കിലെടുക്കാണ്ട് ഇറാന് വേണ്ടി ജൈവിളി കൂട്ടുന്നത് എത്ര പരിതാപകരമാണല്ലേ? ഇനിയെങ്കിലും ചിന്തിച്ചു തുടങ്ങുക. ഭീകരവാദം ഒന്നിനും പരിഹാരമല്ല. ലോകത്തെ ഇല്ലാതാക്കുന്ന ഒരു ക്യാൻസറാണ് ഭീകരവാദം. അത് ഇല്ലാണ്ടാക്കാൻ ഏതറ്റം വരെയും ഏതൊരാളും പോവേണ്ടതാണ്. നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും സമാധാനത്തിനും വേണ്ടി ഓരോ പൗരനും ജാഗരൂകരായി നമ്മുടെ രാജ്യത്തോടൊപ്പം ചേരുക. ലോക സമാധാനം പുനഃസ്ഥാപിക്കപ്പെടട്ടെ. ജയ് ഹിന്ദ്, വന്ദേ മാതരം.